ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതി രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെ വന്നിരിക്കുകയാണ് ഈ നീച്ച പറയുന്ന സമയത്ത്. ആരാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം പ്രമോയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ടല്ലേ. വന്നിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ അച്ചമ്മയാണ് കേട്ടോ. രേവതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നവർ പെടുന്നത് നേരെ അച്ചമ്മയുടെ ഫ്രണ്ടിലേക്കാണ്. ആ ഒരു സമയത്തുള്ള അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ അച്ചമ്മയ്ക്ക് മർമ്മസാനം നോക്കി നല്ലത് കൊടുക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന ഗുണ്ടകൾക്ക് മർമ്മസ്ഥാനം നോക്കി തന്നെ അച്ചമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം അച്ചമ്മ ഒരു പണവും മേടിച്ചുകൊണ്ട് നേരെ പൂക്കടയിലേക്ക് കൊടുത്തതിന് ശേഷം രേവതിയുടെ അഡ്വാൻസ് തുകയാണെന്നും പൂക്കൾ ഓർഡർ ചെയ്തോളാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ സച്ചി രേവതി ഒന്നും തന്നെ അറിയുന്നില്ല കേട്ടോ. രേവതി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആകെ ടെൻഷനിലാണല്ലേ. തൻ്റെ പണം നഷ്ടപ്പെട്ടു. തൻ്റെ മാത്രമായിരുന്നെങ്കിൽ വേണ്ടില്ല, ദേവുവിൻ്റെ പണമുണ്ട്. മാത്രമല്ല ദേവു ആരോടോ മേടിച്ച പണമുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ തിരിച്ചടക്കി സച്ചിട്ട്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ ഞാനൊരു വർക്ക് ഏറ്റെടുക്കാൻ തുടങ്ങിയതെന്ന്. പക്ഷെ അതെല്ലാം തന്നെ നഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് രേവതി സങ്കടപ്പെടുന്ന സമയത്ത് സച്ചി സമാധാനിപ്പിച്ച് ചേർത്ത് നിർത്തുന്നുണ്ടല്ലേ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയും ദേവും ശരത്തും അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് 3 പേർക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ലക്ഷ്മി ആണെങ്കിൽ രേവതിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ പ്രമോയിൽ കണ്ടൊരു ഭാഗമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചി പറയുന്നത്, എന്തായാലും ചെയ്തവന്മാർ താൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യാം. പോലീസുകാരെ കൊണ്ട് സാധിച്ചില്ല എന്നാണെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി ആ ഒരു പണം നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ദേവു ലക്ഷ്മിയൊക്കെ പോയതിന് ശേഷം പണം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രേവതി വേഗത്തിനെ പൂക്കടയിലേക്ക് വിളിച്ച് ആ ഒരു തനിക്ക് പണം കൊണ്ടുതരാൻ സാധിക്കില്ല, ഓർഡർ ക്യാൻസൽ ചെയ്തോളാൻ പറയുന്ന സമയത്താണ് ഈ ഒരു പൂക്കടയുടെ ആൾ പറയുന്നത് അല്ലേ, ആ ഒരു 5 ലക്ഷം രൂപ വേറൊരു ലേഡി കൊണ്ടു തന്നു, അവരാരാണെന്നറിയില്ല, കുറച്ച് പ്രായമുള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് കത്തുന്നുണ്ട് അത് നമ്മുടെ അച്ചമ്മയാണെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ രേവതിക്ക് സച്ചിക്കും ഭയങ്കര ആകാംക്ഷയാവുന്നുണ്ട്. ആരാണ് തങ്ങളുടെ പണം കൊണ്ടേ കൊടുക്കുന്നൊരു ആകാംക്ഷയോട് കൂടി തന്നെ ഈ ഒരു വിവരം രവിയോടൊക്കെ പറയുന്ന സമയത്ത് രവിക്കും ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. അതിനുശേഷമാണ് ഈച്ച വന്നതിന് ശേഷം പറയുന്നത് ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ അച്ചമ്മയാണെന്നുള്ള കാര്യം. ഈച്ച പറയുക മാത്രമല്ല കേട്ടോ, മിക്കവാറും അച്ചമ്മയുടെ എൻട്രി അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മാത്രമല്ല ചന്ദ്രക്കെട്ട് 8ന്റെ 2 പണി കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് അച്ചമ്മ ആ വീട്ടിലേക്ക് വന്നേ മതിയാവുകയുള്ളൂ. അതേ രീതിയിൽ തന്നെ നമ്മുടെ ചെറുകടിക്ക് മാസയിലും ഉണ്ട് കേട്ടോ. ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ചമ്മ വരികയും അച്ചമ്മ തന്നെ മുൻകൈ എടുത്ത് തന്നെയാണ് ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും രേവതിയുടെ ഒരു പ്രശ്നം ഉണ്ടായതും. മാത്രമല്ല ചന്ദ്രക്കെട്ട് 2 കൊട്ടിൻ്റെ കൂടെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരികയും നമ്മുടെ ശ്രുതിയുടെയും പ്രശ്നം തീർക്കാൻ മാത്രമല്ല രേവതിക്ക് ഇതുപോലെ ചതി ചെയ്ത ചന്ദ്രക്കെട്ട് 8ന്റെ പണി കൊടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്താ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല? അതേ രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഒരു കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ് കേട്ടോ. 199% വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.